നമസ്കാരം. ദേശീയം സർവ്വദേശീയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അയോധ്യയിലെ രാമക്ഷേത്രം എന്ന അജണ്ട സംഘപരിവാർ നേടിക്കഴിഞ്ഞു. അടുത്ത ലക്ഷ്യങ്ങൾ കാശിയും മധുരയുമാണ്. വാരണസിയിലെ പ്രസിദ്ധമായ ഗ്യാൻവാബി പള്ളിയിൽ പൂജ നടത്താൻ വാരണസി ജില്ലാ കോടതി ഉത്തരവിട്ടു. കോടതി ഉത്തരവിൽ യാതൊരു അത്ഭുതവുമില്ല. പക്ഷേ സംഘപരിവാറിന്റെ വർഗീയ രാഷ്ട്രീയം രാജ്യത്തെ മുന്നോട്ടല്ല, പിറകോട്ടാണ് കൊണ്ടുപോകുന്നത്. 1991 അന്നത്തെ നരസിംഹറാവു സർക്കാർ ആരാധനാലയ നിയമം കൊണ്ടുവന്നു. ബാബറി മസ്ജിദ് ഒഴികെയുള്ള എല്ലാ ആരാധനാലയങ്ങളും 1947 ഓഗസ്റ്റ് 15 അതേ അവസ്ഥയിൽ നിലനിർത്തണമെന്ന് നിയമം വ്യവസ്ഥ ചെയ്യുന്നു. ഈ നിയമത്തിന് തികച്ചും ഘടകവിരുദ്ധമായാണ് ഗ്യാൻവാബി കേസിൽ വാരാണസി ജില്ലാ കോടതി ഉത്തരവിട്ടത്. ഗ്യാൻവാബി മസ്ജിദിന്റെ തെക്കുഭാഗത്തെ നിലവറ പൂജ നടത്തുന്നതിനായി ഹിന്ദുക്കൾക്ക് തുറന്നു കൊടുക്കണം എന്നതായിരുന്നു ഉത്തരവ്. ജുഡീഷ്യൽ സർവീസിൽ നിന്ന് വിരമിക്കുന്നതിന്റെ തൊട്ടു തലേന്നാളാണ് ജില്ലാ ജഡ്ജി അജയ് കൃഷ്ണ വിശ്വേഷ ഉത്തരവ് പുറപ്പെടുവിച്ചത്. ബാബറി മസ്ജിദ് കേസിൽ വിധി പുറപ്പെടുവിച്ചിരുന്ന ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് രാജ്യസഭാംഗവും അബ്ദുൽ നസീർ തെലങ്കാന ഗവർണറുമായി. ഒട്ടും സംശയിക്കേണ്ട, ഗ്യാൻവാബി കേസിൽ വിധി പുറപ്പെടുവിച്ച വാരണസി ജില്ലാ കോടതി ജഡ്ജി അജയ് കൃഷ്ണ വിശ്വേഷയ്ക്കും ഉന്നത സ്ഥാനങ്ങൾ ലഭിക്കും. അദ്വാനിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുഴുവനും പൂജിച്ച കല്ലുകൾ അത് ഇതെന്ന് പറഞ്ഞ് രഥയാത്ര നടത്തി കംപ്ലീറ്റ് വർഗീയമാക്കി തീർത്ത് ഈ അന്തരീക്ഷം. അങ്ങനെ അവർ ആ പള്ളി പൊളിക്കാനുള്ള സാഹചര്യം ഒരുക്കി. അതിലൂടെ അവർ അധികാരത്തിൽ വന്നു. ഈ അധികാരത്തിൽ വന്നിട്ട് അവർ എന്തെല്ലാം ചെയ്യാനുണ്ട്. ബന്ധപ്പെട്ട സമുദായം അഥവാ ഹൈന്ദവ സമുദായം ഇവിടെ ഏറ്റവും അധികം അവശത അനുഭവിക്കുന്നതും പീഡനം അനുഭവിക്കുന്നതും അവഗണിക്കപ്പെടുന്നതും അവജ്ഞയോടുകൂടി അറപ്പോടുകൂടി പുറങ്കാല് കൊണ്ട് ചവിട്ടി തള്ളപ്പെടുന്നതും ഇവിടുത്തെ ഹിന്ദു സമുദായത്തിലെ അവശ വിഭാഗങ്ങളാണ്. കഴിഞ്ഞ ദിവസമാണ് തമിഴ്നാട്ടിൽ അവർണർ ക്ഷേത്രത്തിൽ കയറിയതിന് പേരിൽ സവർണരിൽ ഞങ്ങൾ ഈ ക്ഷേത്രത്തിൽ കയറാൻ തീരുമാനിച്ച് അവർ പോയി കളയുന്നത്. ഇത്രത്തോളം ഐത്തവും ജാതീയതയും വെച്ച് പുലർത്തുന്ന വേറൊരു സമുദായമില്ല. അപ്പോൾ ഇതിനൊക്കെ ഒന്നും പരിഹാരം കാണാതെ അത്തരം പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി RSS ആണ് ഇന്ത്യ ഭരിക്കുന്നത്. അവർ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഹൈന്ദവ സമുദായങ്ങൾക്ക് ഒരുപാട് മെച്ചങ്ങൾ ചെയ്യാൻ കഴിയും. അത് ഈ ഓരോ ക്ഷേത്രത്തിലും കുമിഞ്ഞു കൂടുന്ന കോടികൾ എത്രയാണ് ഓരോ സ്ഥലത്തും. ശബരിമലയിലെ വരവ്, അതുപോലെ തന്നെ കേരളത്തിന് പുറത്തുള്ളതായ പല ക്ഷേത്രങ്ങളിലും ഇതൊക്കെ ആ മതത്തിൽ ആ സമുദായത്തിലെ പാവപ്പെട്ടവർക്ക് അവരുടെ ഉന്നമനത്തിന് വേണ്ടി, അവരുടെ ഉദ്ധാരണത്തിന് വേണ്ടി, അവരുടെ പുരോഗതിക്ക് വേണ്ടി ചിലവാക്കുക. അങ്ങനെ ചിന്തയില്ല. പിന്നെ എന്ത്, എല്ലാ തരം ചില ബിസിനസ് ഹൗസുകൾ, അതായത് അദാനിമാരും അതുപോലെയുള്ള അംബാനിമാരും അവർ അതിൻ്റെ മുഴുവൻ ഗുണങ്ങളും അവരാണ് ഇതിനൊക്കെ സ്പോൺസർ ചെയ്യുന്നത്. അങ്ങനെ ഇവിടുത്തെ ഹൈന്ദവ സമുദായങ്ങളെ ശബ്ദിക്കാൻ അനുവദിക്കാതെ അതോടൊപ്പം ഈ ഒരു അപരനെ ചൂണ്ടിക്കാണിച്ച് ചില ന്യൂനപക്ഷ വിഭാഗങ്ങൾ നേരെ മേക്കിട്ട് പാഞ്ഞു കയറി അവർ ചരിത്രത്തിലുണ്ടായിരുന്ന നിർമ്മിച്ചതായ അവരുടെ സ്മാരകങ്ങളോ സൗധങ്ങളോ പള്ളികളോ ആരാധനാലയങ്ങളോ ഒക്കെ തകർത്ത് ആ വൈകാരികമായ വർഗീയമായ വികാരങ്ങളെ ഉദ്ദീപിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ കഴിവുകളെയും അതോടൊപ്പം സവർണ താല്പര്യങ്ങളെയും സംരക്ഷിക്കുക എന്നതാണ്. വാരാണസി രാജ്യത്തെ ഏറ്റവും പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. രാജ്യത്തിന് അകത്തും പുറത്തുമുള്ള വിശ്വാസികൾ ഇങ്ങോട്ട് ഒഴുകിയെത്തുന്നു. വിശ്വനാഥ ക്ഷേത്രത്തോട് ചേർന്ന് ഒരു മുസ്ലിം പള്ളിയുണ്ട്, ഗ്യാൻവാബി പള്ളി. ഹിന്ദുമത വിശ്വാസികൾ വിശ്വനാഥ ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കും. തൊട്ടപ്പുറത്ത് മുസ്ലിം മത വിശ്വാസികൾ ഗ്യാൻവാബി പള്ളിയിൽ നിസ്കരിക്കും. പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും സഹോദരങ്ങളെ പോലെയാണ് ഇവിടുത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ജീവിച്ചിരുന്നത്. ഇവർക്കിടയിലാണ് സംഘപരിവാർ വർഗീയതയുടെ വിഷവിത്ത് പാകിയത്. 350 വർഷങ്ങൾക്ക് മുമ്പ് മുഗൾ ചക്രവർത്തി ഔറംഗസേബ് ഒരു ശിവക്ഷേത്രം തകർത്ത് ആ സ്ഥാനത്ത് ഗ്യാൻവാബി പള്ളി കെട്ടി ഉയർത്തി എന്നതാണ് സംഘപരിവാറിന്റെ തിരക്കഥ. മുഗൾ സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം മഹാറാണി അഹില്യാബായ് ഹോക്കർ സർവാധികാരങ്ങളോടെ ഭരണം നടത്തുന്ന കാലം. ആ കാലത്താണ് കാശി വിശ്വനാഥ ക്ഷേത്രം നിർമ്മിക്കുന്നത്. ശിവക്ഷേത്രം തകർത്താണ് ഗ്യാൻവാബി പള്ളി നിർമ്മിച്ചതെങ്കിൽ ആ സ്ഥലം പിടിച്ചെടുക്കാനും
അവിടെ ക്ഷേത്രം പണിയാനും യാതൊരു തടസ്സവും ഉണ്ടായിരുന്നില്ല. കാരണം അക്കാലത്ത് സംഘപരിവാർ ഇല്ലായിരുന്നു. ഇപ്പോഴാകട്ടെ ക്ഷണവേഗത്തിലാണ് കാര്യങ്ങൾ നീങ്ങിയത്. ഗ്യാൻവാബി പള്ളിയിൽ പ്രാർത്ഥന നടത്താൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സംഘപരിവാർ 5 സ്ത്രീകളെ കൊണ്ട് വാരണാസി കോടതിയിൽ ഹർജി സമർപ്പിച്ചു. പിന്നാലെ വീഡിയോ സർവേ നടത്താൻ കോടതി അഭിഭാഷക കമ്മീഷനെ നിയോഗിക്കുന്നു. കമ്മീഷൻ അംഗങ്ങളാകട്ടെ കളകറഞ്ഞ RSSകാരും. പള്ളിക്കകത്ത് ഒരു ശിവലിംഗം കണ്ടെത്തിയതായുള്ള വാർത്തകൾ കാട്ടുതീ പോലെ പരന്നു. തൊട്ടുപിന്നാലെ സുപ്രീം കോടതിയുടെ ഇടപെടൽ. ശിവലിംഗം കണ്ടെത്തിയതായി പ്രചരിപ്പിക്കപ്പെടുന്ന സ്ഥലത്തിന് പ്രത്യേക സംരക്ഷണം നൽകണം എന്നതായിരുന്നു സുപ്രീം കോടതിയുടെ പ്രധാന നിർദ്ദേശം. അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് പിന്നാലെ ഒരു കോടതി വിധിയുടെ പിൻബലത്തിൽ ഇപ്പോൾ ഇതാ ഗ്യാൻവാബി പള്ളിയിൽ പൂജ ആരംഭിച്ചിരിക്കുന്നു. പല ഹിന്ദു ആൾക്കാരും ഇത് മനസ്സിലാക്കിയിട്ടുണ്ട്. അവരാണ് ഇവരെ ചെവിക്കുന്നി പിടിച്ച് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് വേണം. ഞാൻ പറയുകയുണ്ടായി ഒരു ചാനൽ, നിങ്ങളൊരു ലിസ്റ്റ് താ, നിങ്ങൾക്ക് എത്ര പള്ളികളാണ് പൊളിക്കേണ്ടത് പറഞ്ഞോ, 600 6000. ഞങ്ങൾക്ക് ഈ പള്ളി ഞങ്ങൾ പള്ളി നിർമ്മിച്ചാൽ പരലോകത്ത് ഗുണമുണ്ട്. എന്നെ കേൾക്കുന്ന മുസ്ലിം മതപണ്ഡിതന്മാർ പക്ഷെ പറഞ്ഞേക്കും, എന്താണ് ലില്ലാഹി മസ്ജിദൻ, ദൈവത്തിന് വേണ്ടി ഒരു വീട് അഥവാ ഒരു പള്ളി നിർമ്മിച്ചാൽ ബനാലഹു ബൈത്തൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ അവന് വേണ്ടി അള്ളാഹു തആല വീട് നിർമ്മിക്കും. ഇതൊക്കെ പള്ളിയുടെ പ്രാധാന്യമാണെങ്കിൽ പോലും ഇസ്ലാമിൽ തന്നെ പള്ളിയല്ല. പള്ളിയില്ലെങ്കിൽ, ഒരു പള്ളിയില്ലെങ്കിൽ പോലും പ്രവാചകൻ്റെ കാലത്ത് അനുയായികൾ ഏറെ പീഡിക്കപ്പെട്ടപ്പോൾ അവരോട് അബ്സീനിയ രാജ്യത്തിലേക്ക് ഹിജ്റ പോകാൻ പറഞ്ഞു, പലായനം ചെയ്യാൻ. അവിടെ പള്ളി ഉണ്ടായിരുന്നു. പള്ളി വേണ്ടില്ലല്ലോ, എവിടെയും സാഷ്ടാംഗം ചെയ്യുക, എവിടെ വെച്ച് വെള്ളിയാഴ്ച പ്രസംഗം നടത്തുക. ഞാനൊക്കെ ഗൾഫ് പഠിക്കുന്ന കാലത്ത് ഞങ്ങൾ മരുഭൂമിയിൽ യാത്ര ഇതിന് വേണ്ടി പോകും, ടൂറ് പോകും വിദ്യാർത്ഥികളുടെ കൂടെ. അങ്ങനെ അവിടെ വെച്ച് മരുഭൂമിയിൽ ഇത് വിരിച്ച് നിസ്കരിക്കും. അതുകൊണ്ട് ഈ പള്ളി ഇല്ലാതാക്കിയത് കൊണ്ടോ മറ്റോ ഈ ഇസ്ലാം ഇവിടെ നിന്ന് ഇല്ലാതാവില്ല. ഇസ്ലാമിൻ്റെ മുന്നേറ്റം തുടരുക തന്നെ ചെയ്യും. 2050 ആകുമ്പോഴേക്ക് ലോകത്തിന് തന്നെ മതമാകാൻ പോവുകയാണ്. കാരണം അതിൻ്റെ വിഭാവനം, അതിൻ്റെ ആശയം അതിന് മാത്രം മഹത്തരമാണ്. അത് അൽ ഇസ്ലാം യഅലു വലാ യുഅല അലൈഹി, ഇസ്ലാം അതിജയിക്കും, അതിനെ മറ്റൊന്നും അതിജയിക്കുകയില്ല. പ്രവാചകരുടെ പ്രവചനം ശരിയായി പുലർന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഈ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, നിങ്ങൾ പള്ളികൾ തകർത്തോളൂ എത്ര വേണമെങ്കിലും, ഞങ്ങളതിനെ എങ്ങനെ ചെറുക്കും? ഞങ്ങളത് ചെറുക്കുന്നില്ല. നിങ്ങളൊന്ന് കയറിക്കോളും. ഏതൊക്കെ പള്ളി എന്ന് വെച്ചാൽ അതിൻ്റെ ലിസ്റ്റ് തന്നാൽ മതി. പക്ഷെ ആ ഒന്നിച്ചായിരിക്കും, തെരഞ്ഞെടുപ്പിന് വർഷത്തിലാവരുത്. സംഘപരിവാർ അയോധ്യയ്ക്ക് പിന്നാലെ ഗ്യാൻവാബിയിലും ലക്ഷ്യം നിറവേറ്റിയിരിക്കുന്നു. അടുത്തത് മധുര, പിന്നെ കുത്തബ് മീനാർ, പിന്നെ താജ്മഹൽ. രാജ്യത്ത് പട്ടിണി പടരുന്നതോടൊപ്പം ഈ പട്ടികയുടെ വലുപ്പവും കൂടിക്കൊണ്ടിരിക്കും.